ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. ഞങ്ങളെയല്ല, വിത്ത് കസിൻസ്. അപ്പം ഞങ്ങൾ 3 പേരും ഇവിടെ ഉണ്ട്. കുറച്ച് പേര് ദേ അവിടെ പോകുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബസ് കാത്തിക്കാൻ പോകട്ടോ. അയ്യോ, അപ്പോൾ 10:30-ക്കാണ് ബസ്. ഇപ്പോൾ ഒരു 10:15 ആയിക്കണം. അപ്പോൾ നമുക്ക് അരീക്കോട് എത്തിയിട്ട് കാണാം. ഓക്കെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിൽ എന്താ ഈ ഫോൺ കടയിൽ നിന്ന്. അതുണ്ടല്ലോ, ഇവർക്ക് ഫോൺ കവർ മാറ്റാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫോൺ കടയിൽ കയറി ഒരു കവർ മേടിച്ചു. അന്നേരം നമ്മൾ നേരെ തിരിച്ചു പോയി എന്തോ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പം ഫോൺ ഓൺ ആവുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ആ കടയിൽ പോയി ആ ചേട്ടൻ എന്തോ ശരിയാക്കി തന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോൺ കവറാണ് എടുത്തത്. പിന്നെ നമ്മൾ മിഠായി തെരുവിലേക്ക് പോയി. അവിടെ ഒരു കടയിൽ മാത്രമല്ല കേട്ടോ, സകലമാന കടകളിലും കയറി ഇറങ്ങിയാണ് സാധനങ്ങളൊക്കെ മേടിച്ചത്. ആദ്യം തന്നെ ഈ ഒരു കടയിലാണ് കയറിയത്. കടേൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, പേരുണ്ടോയെന്ന് തന്നെ ആർക്കറിയാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ബോക്സ്, ബോട്ടിൽ, ബാഗ് അങ്ങനത്തെ സാധനങ്ങളാണ് മേടിക്കാൻ പോയത്. ഇവിടെ കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. 300 ഉണ്ട്, 400, 500 അങ്ങനെ കുറേ റേറ്റിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടുന്നൊരു ചെറിയ ബാഗ് മേടിച്ചു. 2 സിബുള്ള അതേ മേടിച്ചുള്ളൂ കേട്ടോ. വലിയ ആന ബാഗൊന്നും മേടിച്ചില്ല, ചെറുതേ മേടിച്ചുള്ളൂ. ഒന്നൂന് ഈ ബോക്സിനോടൊക്കെ ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് ഇവിടെ ആ ബോക്സിൻ്റെ സെക്ഷനിൽ മാത്രം കറങ്ങി ചുറ്റി കളിക്കുകയായിരുന്നു. ഈ ഒരു ബോക്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ മേടിച്ചു കൊടുക്കുമോ? കാരണം നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയപ്പം ഒരു ബോക്സ് അവൾക്ക് മേടിച്ചു കൊടുത്തതല്ലേ, അതുകൊണ്ട് അതൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ. അങ്ങനെ നോക്കി ഈ ഒരു ബോക്സാണ് അവർക്ക് വേണ്ടി മേടിച്ചത്. ഇതിനെങ്ങാണ്ട് 140 റുപ്പീസേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്രയും നേരമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ. പൊന്നു ബോക്സിൻ്റെ സെക്ഷനിലാണെങ്കിൽ ഞാൻ ബോട്ടിലിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറ് ഇവൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും മേടിച്ചില്ലേ. എന്നിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു കട ഉണ്ടായിരുന്നു. ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഈ ഒരു സാധനമല്ലേ, ഇതെന്താ പ്രേമലൂല് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു ടൈപ്പ് സാധനം, ഇങ്ങനെ തട്ടിയ ലൈറ്റ് കിടത്തുന്നത്. അത് പിന്നെ ഇവിടെ കുറേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പച്ചയൊക്കെ നോക്കി, പക്ഷേ തിരിച്ചവിടെ തന്നെ വെച്ചു കേട്ടോ. ഞങ്ങളതൊന്നും മേടിച്ചില്ല. ഇവിടെ കുറേ ഗിഫ്റ്റ് ടൈപ്പ് ഉണ്ട്, കുറേ ഫ്രെയിമൊക്കെ ഉണ്ട് മേടിക്കാൻ ടൈപ്പ്. പിന്നെ ഈ ഒരു സാധനമല്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റൊന്നും പിന്നെ ചോദിച്ചില്ല. നല്ല രസമല്ലേ കാണാൻ. പിന്നെ ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ ഈ ബോളിൽ ലൈറ്റ് എത്തുന്ന ആ ഒരു ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെടികൾ പിന്നെ പറയണ്ടല്ലോ. മേമയ്ക്കും അമ്മച്ചിക്കും ഒക്കെ ഈ പ്ലാസ്റ്റിക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കി, പക്ഷേ അതൊന്നും മേടിച്ചില്ല. 200, 300 ആ ഒരു റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ കുറേ ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയ പാവകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ, അതൊന്നും മേടിച്ചില്ലേ. അടുത്തത് നമ്മളൊരു സ്വർണ്ണക്കടയിലേക്കാണ് കയറിയത്. ചുമ്മാ വന്നു കേട്ടോ, ഫാൻസി കടയിലാണ് കയറിയത്. അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ ക്യൂട്ടസ്, ഇത് മൊത്തം ക്യൂട്ടസാണ്. ഇതല്ലാതെ വേറെയും ക്യൂട്ടസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ മാല കളക്ഷൻ, ഡമ്മോ, ഇവിടെ ഇഷ്ടംപോലെ മാല ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ മേടിച്ചില്ല. ഒരു ബ്ലാക്ക് കാണാൻ മേടിച്ചു. പിന്നെ ഞാൻ റോസ് ഗോൾഡിൻ്റെ ഒരു മാല, ചെറിയൊരു മാല മേടിച്ചായിരുന്നു. പിന്നെ മേമയും അമ്മച്ചിയും കുറേ സ്വർണ്ണ വളകൾ പോലെയുള്ള വളകൾ മേടിച്ചു. ഈ സാധനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും അവളുടെ കയ്യിൽ ഉണ്ടാവത്തില്ല എന്നറിയാം. എന്നാലും ഒരെണ്ണം മേടിച്ചു കൊടുത്തു. പിന്നെ ഈ പറിച്ചെടുക്കുന്ന സാധനമല്ലേ, അത് പൊന്നൂന് മേടിച്ചതാണ്. ഒരു ജോഡിയായിട്ടാണ് വരുന്നത്. എത്ര രൂപയെന്ന് ഞാൻ മറന്നുപോയി. അല്ലുവിന് കുറേ കാറൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ ഈ ടൈപ്പ് കാർ അവൾക്ക് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവൻ തല്ലി പിടിച്ചു കളയും. അതുകൊണ്ട് ആ ടൈപ്പൊന്നും മേടിച്ചില്ല. മെറ്റൽ കാറാട്ടോ മേടിച്ചത്. മേമയും അമ്മച്ചൊക്കെ ഈ ഒരു സ്വർണ്ണവളയിൽ തന്നെ സ്റ്റക്കായിരുന്നു. ഏതെടുക്കണം, ഏതായിരിക്കും രസം എന്ന് കൺഫ്യൂഷനിലായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ മേടിച്ച സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പം കാണിച്ച ആ വലിയ ആന പപ്പളില്ലേ, ആ ക്ലിപ്പാണ് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത്. കുറച്ച് ക്യൂട്ടല്ലേ. ക്യൂരിപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ കുറേ ക്ലിപ്പ് മേടിച്ചു, ഫേസ് വാഷ്, ക്രീം, അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു. എന്നിട്ട് നമ്മൾ തുണിക്കടയിലേക്ക് കയറി. അവിടെ വിപ്പടിനൊരു പാൻറ്റ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ തന്നെ മുകളിൽ കുറേ ചെരുപ്പുണ്ടായിരുന്നു. അവിടെയും കൂടി കയറി നോക്കി. ഇവന് ക്രോക്സ് മേടിക്കണമല്ലോ.
പക്ഷേ അവൻ്റെ സൈസിനുള്ളൊന്നും കിട്ടിയില്ല, എൻ്റെ സൈസിനുള്ള കുറേ കിട്ടിയിട്ടു. പക്ഷേ 290 രൂപയായിരുന്നു, അതുകൊണ്ട് അവിടെ തന്നെ. എന്നിട്ട് നമ്മൾ വില്യംസിന് ഒരു വൈറ്റ് ക്രോക്സ് മേടിക്കാൻ പോയി. അപ്പോൾ കുറേ കട തെണ്ടിയാണ് നമ്മൾ ഒരു വൈറ്റ് ക്രോക്സ് എവിടുന്നോ തപ്പി പിടിച്ചെടുത്തത്. അങ്ങനെ ഇതും മേടിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റേഷനറി കടയിലേക്ക് കയറി. അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ എറേസർ, ലിപ്സ്റ്റിക്ക്, ഹൈലൈറ്റർ, ഷാർപ്പനർ, അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള, പിന്നെ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ അവിടെ കണ്ടു കേട്ടോ. പിന്നെ എല്ലായിടത്തും തെണ്ടി തിരിഞ്ഞ് മടുത്ത് വിശന്ന് വയറെത്തിരുന്നപ്പോൾ നമ്മൾ മമതേ കറി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വിശന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫോണൊക്കെ ഏത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇത്രയുള്ളവരുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. ഇനി അടുത്തത് ഏത് ടൈപ്പ് വീഡിയോ വേണ്ടതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ഫ്രണ്ട്സ്.